ഭയത്തിന്റെ ചങ്ങല പൊട്ടിപ്പോയിരിക്കുന്നു. ഇത്രയും കാലം BJP എന്ന ആക്രമണ പാർട്ടി ഊതി ഉരുക്കി ഉണ്ടാക്കിയെടുത്ത ഭയമെന്ന വികാരത്തെ പുഷ്പം പോലെ ഇന്ത്യ മുന്നണി തച്ചുടച്ചിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലം സൂചിപ്പിക്കുന്നത്. 13 സ്ഥലത്ത് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയത് വെറും 2 സീറ്റ്. ഇത്രയും വലിയ വിജയം ഇന്ത്യ മുന്നണിക്ക് കിട്ടുമ്പോൾ നേതാക്കൾ വെറുതെ ഇരിക്കുമോ? കിട്ടിയ അവസരം പാഴാക്കാതെ കോൺഗ്രസ് നേതാക്കൾ BJPക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചു. BJP കൂട്ടിക്കെട്ടിയ ഭയത്തിന്റെയും ആശയക്കുഴപ്പത്തിന്റെയും ചങ്ങല പൊട്ടി എന്നാണ് രാഹുലിന്റെ വാക്കുകൾ. കർഷകർ, യുവാക്കൾ, തൊഴിലാളികൾ, വ്യവസായികൾ, തൊഴിലുടമകൾ എന്നിങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും സ്വേച്ഛാധിപത്യത്തെ തകർത്ത നീതിയുടെ ഭരണം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. പൊതുജനം അവരുടെ ജീവിതത്തിന്റെ പുരോഗതിക്കും ഭരണഘടനയുടെ സംരക്ഷണത്തിനുമായി ഇന്ത്യക്കൊപ്പം നിന്നുവെന്നും തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ രാഹുൽ ഗാന്ധി കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും രാഷ്ട്രീയ വിശ്വാസ്യത തകർന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ BJPക്ക് തള്ളിക്കളയാൻ കഴിയാത്ത പാഠങ്ങളെന്നായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരത്തിന്റെ വാക്കുകൾ. തൊഴിൽ ഇല്ലായ്മയും വിലക്കയറ്റവും വിദ്വേഷ പ്രചാരണം തുടങ്ങിയവ BJPക്ക് ജനങ്ങൾക്കിടയിൽ അപ്രീതിക്ക് കാരണമായി എന്നും അദ്ദേഹം വിമർശിച്ചു. വർത്തമാനകാലത്തെ മെച്ചപ്പെടുത്തുകയും ശോഭനമായ ഭാവിക്കായി വ്യക്തമായ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യുന്ന പോസിറ്റീവ് രാഷ്ട്രീയമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും യുവ ഇന്ത്യയുടെ ആവശ്യങ്ങളോടും അഭിലാഷങ്ങളോടും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും കോൺഗ്രസ് വക്താവ് പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു. BJPയെ നല്ലൊരു പാഠം പഠിപ്പിക്കുവാൻ കഴിഞ്ഞത് ജനങ്ങളുടെ ധൈര്യം തന്നെയാണ്. പേടിച്ചു വിറച്ച് BJPക്കായി കുത്തിയിരുന്നവർ പലരും മാറി ചിന്തിച്ചതിന്റെ ഫലമാണ് BJPയുടെ ഈ തോൽവി. 2 അക്കത്തിൽ നിന്നും ഒരക്കത്തിലേക്ക് ചുരുങ്ങി നിറം മങ്ങിയ BJPയെ കാണുമ്പോൾ നമ്മൾ ഊട്ടി ഉറപ്പിക്കുകയാണ്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടത് അവരുണ്ടാക്കിയെടുക്കാൻ നോക്കിയ ഹിന്ദു രാഷ്ട്രമല്ല, മതേതര രാജ്യത്തെ തന്നെയാണ്.